ക്യാൻസർ ഗാർഡ് പോളിസി, അതായത് ക്യാൻസറിന് മാത്രം ചികിത്സാ ചെലവ് കിട്ടുന്ന ഒരു പോളിസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെയ്യുന്ന ക്യാൻസർ ഗാർഡ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ ക്യാൻസർ ഗാർഡ് പദ്ധതിയാണ്. ഇതിനകത്ത് നമ്മൾ ഫാമിലി ആയിട്ടോ സിംഗിൾ ആയിട്ടോ ഒക്കെ പോളിസി എടുക്കാം. 50 ലക്ഷം വരെ സം അഷ്വേർഡ് ഉണ്ട്. പക്ഷെ 50 വയസ്സിൽ താഴെയുള്ളവർക്കാണ് എടുക്കാൻ പറ്റുന്നത്. വളരെ ചെറിയ പ്രീമിയം. അപ്പൊ നേരത്തെ ഒക്കെ ഈ പോളിസി ഇറങ്ങിയ സമയത്ത് വീട്ടില് ആർക്കെങ്കിലും, അതായത് ബ്ലഡ് റിലേഷനിൽപ്പെട്ട ഫാദർ, മദർ, സഹോദരങ്ങള്, ഇവർക്ക് ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എടുക്കാൻ പാടില്ലായിരുന്നായിരുന്നു നിയമം. പക്ഷെ ഇപ്പം അങ്ങനെ വന്നിട്ട് ഉള്ളവർക്ക് പോലും ഇത് എടുക്കാം. പക്ഷെ 10% പ്രീമിയത്തില് ലോഡിംഗ് ഉണ്ട്. 10% കൂടുതൽ കൊടുക്കണം. പക്ഷെ നിസ്സാര പ്രീമിയം ഉള്ളൂ. ഇതില് ഇപ്പൊ നമുക്ക് നമ്മളിപ്പോ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ റിന്യൂ ചെയ്യാം. പിന്നെ സം അഷ്വേർഡിന് നോ ക്ലെയിം ബോണസ് ഉണ്ട്, കൂടിക്കൊണ്ടേയിരിക്കും. വന്ന് കൂടി സം അഷ്വേർഡ് വരെ നമുക്ക് നോ ക്ലെയിം ബോണസ് കിട്ടും. പ്രീമിയത്തിൽ വയസ്സ് കൂടുമ്പോൾ ചിരിച്ച കൂടും. പക്ഷെ ഡേ കെയർ പ്രൊസീജിയർ, അതുപോലെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ഇതെല്ലാം, അതായത് പിന്നെ സെക്കൻഡ് ഒപ്പീനിയൻ അതിനുള്ള പൈസ, ആംബുലൻസ് ചാർജുകള്, സിംഗിൾ AC റൂം, ഏത് പോളിസി എടുത്താലും AC റൂം വരെ എടുക്കാം, എത്ര സം അഷ്വേർഡിന്റെ എടുത്താലും. അങ്ങനെ നമുക്കൊരു ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അസുഖത്തിന്റെ ഭീകരതയ്ക്കൊപ്പം ചികിത്സാ ചെലവിന്റെ ഒരു ബുദ്ധിമുട്ടും കൂടിയാണ് ഏറ്റവും ആദ്യം വരുന്നത്. പക്ഷെ ഇതൊരു ചെറിയ പ്രീമിയത്തില് നമുക്ക് ഈ പോളിസി എടുത്തു വെച്ചാൽ, ഇപ്പൊ സാധാരണ ഞങ്ങൾ ഇത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർ വിചാരിക്കുന്ന എനിക്കൊരു മെഡിക്ലെയിം പദ്ധതി ഉണ്ട്, പിന്നെ എന്തിനാണിത്? അതിനകത്ത് നമുക്ക് ക്ലെയിം കിട്ടും ക്യാൻസർ വന്നാലും. പക്ഷെ എങ്ങനെയാന്ന് വെച്ചാല് ആശുപത്രി കിടന്ന് ചികിത്സിക്കുമ്പോൾ, ഇനി അതിനു മുമ്പ് പോയിട്ടുള്ള പോസ്റ്റ് പ്രീയും പോസ്റ്റ് എന്ന് പറയുന്ന ആ സമയത്തുള്ള അന്ന് പോയി കണ്ടിട്ടുള്ളതും മാത്രമാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ എല്ലാവിധ കവറേജും ഒരു ക്യാൻസർ ഉണ്ടായി കഴിഞ്ഞാൽ, ക്യാൻസർ ആണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സകളും, ഡേ കെയർ പ്രൊസീജിയർ ആയിക്കോട്ടെ, OP ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, എല്ലാം ഇതിനകത്തൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു പോളിസിയാണ് ന്യൂ ഇന്ത്യയുടെ ക്യാൻസർ ഗാർഡ് പോളിസി. ഇതിനകത്ത് നമുക്ക് പ്രായം കൂടിയ 50 വയസ്സ് വരെ 50 ലക്ഷം കൊടുക്കാം. അതിനു മുകളിൽ സം അഷ്വേർഡ് കുറഞ്ഞു വരും. 65 വയസ്സ് വരെ ഉള്ളവർക്കാണ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. 65 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ 60 വയസ്സിന് മുകളിലേക്ക് 65 വയസ്സ് വരെ 5 ലക്ഷം സം അഷ്വേർഡ് ആണ് കൊടുക്കത്തുള്ളൂ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇത് എടുത്തു വെച്ചാല്, ഇനി നമുക്കൊരു അടിസ്ഥാന പോളിസി എടുക്കാൻ കഴിവില്ല, പക്ഷെ നമുക്കൊരു ക്യാൻസർ വന്ന ചികിത്സാ ചെലവിനെ പറ്റി പേടിയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ പോളിസി, മറ്റൊരു മെഡിക്ലെയിം ഇല്ലാത്ത ആളുകൾക്കും എടുക്കാം, ഉള്ള ആളുകൾക്കും എടുക്കാം. ഉള്ള ആളുകൾക്ക് എടുത്താൽ ഇതാണ് വരുന്നതെങ്കിൽ ആ പോളിസിയുടെ ക്ലെയിം മേടിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൽ നിന്ന് മേടിക്കുമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. എല്ലാവിധ ചികിത്സാ ചെലവുകളും കിട്ടുന്നതാണ്. പിന്നെ ഇത് പുകവലിക്കുന്നവര്, അവർക്ക് ഇത്തിരി മദ്യപിക്കുന്ന അവർക്ക് ഇച്ചിരി പ്രീമിയം കൂടുതലായിരിക്കും. അല്ലാത്തവർക്കിനേക്കാളും ഇത്തിരി പ്രീമിയം അഡീഷണൽ വരും. അതുപോലെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ പറഞ്ഞ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും 10% ലോഡിങ് പ്രീമിയത്തിൽ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു പരിപൂർണ ചികിത്സ ക്യാൻസറിന്, ഏത് തരം ക്യാൻസറുകൾ നമുക്ക് കവർ ചെയ്യും. അതായത് ഇപ്പം കീമോതെറാപ്പി, ഓറൽ തെറാപ്പി, അങ്ങനെ കുറെ തെറാപ്പികള്, മോഡേൺ ട്രീറ്റ്മെന്റ്. മറ്റു പോളിസികളിലൊന്നും മറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ മോഡേൺ ട്രീറ്റ്മെന്റ് ഒക്കെ സപ്ലിമെന്റ് ഉണ്ട്. അതിപ്പോ ക്യാൻസർ വന്നു എന്ന് വെച്ചിട്ട് ആ സപ്ലിമെന്റ് അനുസരിച്ചിട്ടുള്ളതേ നമുക്ക് തരൂ. പക്ഷെ ഈ പോളിസിയിൽ അങ്ങനെ സപ്ലിമെന്റുകളൊന്നുമില്ല. നമ്മുടെ സം അഷ്വേർഡ് വരെ നമുക്ക് തരും. പിന്നെ ഇനി ക്യാൻസർ വന്നു നമ്മൾ അറിഞ്ഞില്ല, 4ാമത്തെ സ്റ്റേജിലാണ് ക്യാൻസർ ഡിക്ലെയർ ചെയ്യണം നമ്മൾ അറിയുന്നതെങ്കിൽ, നമുക്ക് ഈ എമൗണ്ടിന്റെ, നമ്മൾ എടുക്കുന്ന സം അഷ്വേർഡിന്റെ പകുതി പൈസ, അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു 20 ലക്ഷത്തിന്റെ പോളിസിയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ, നമ്മൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞില്ല, അവസാനം 4ാമത്തെ സ്റ്റേജിലാണ് അറിയപ്പെടുന്നതെങ്കിൽ 10 ലക്ഷം രൂപ അപ്പൊ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ തരും. അതിനുശേഷം ചികിത്സാ ചെലവ് 20 ലക്ഷം വരെ, അതിന്റെ ബോണസ് കിടപ്പുണ്ടെങ്കിൽ എത്രയുണ്ടോ അതും വരെ നമുക്ക് ചികിത്സാ ചെലവും തരും, ഈ പറയുന്ന എല്ലാ കവറേജുകളും. പിന്നെ ആയുർവേദം പലരും ഇപ്പൊ ക്യാൻസറിന് ചികിത്സിക്കുന്നുണ്ട്, അത് കിട്ടില്ല. നമുക്ക് ഒള്ളി അലോപ്പതിയാണ് ചികിത്സാ ചെലവ് വരുന്നത്. അങ്ങനെയുള്ളൊരു നല്ല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ ക്യാൻസർ ഗാർഡ് പോളിസി. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും മറ്റു സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഇതിന്റെ താഴെ നമ്പർ കൊടുത്തിരിക്കാം, അതിനകത്ത് മെസ്സേജ് ചെയ്യുക. നന്ദി, നമസ്കാരം.